ഷർട്ടിനെ കത്തിക്കാൻ പോകണട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്തോളി, പുക വന്നതിനെ കാണാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ച് കണ്ടോളി. നമ്മുടെ ഹലാക്കിന്റെ ടോർച്ചാണ് സാധനം. അന്ന് വീഡിയോ ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നു, വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സാധനം. കണ്ടോളിട്ടോ, ഒരു മിനിറ്റ് കാത്തുനിന്ന് കഴിഞ്ഞാൽ കാത്തിക്കലുണ്ടാവുള്ളൂ. ഇത് അതല്ല സാധനം. ഇത് മുതല് വേറെയാണ് ചങ്ങായിമാരെ. ഒരു ഹലാക്കിന്റെ ടോർച്ച്, അതായത് രാത്രിയെ പകലാക്കുന്ന ടോർച്ച്, ഇരുമ്പിന്റെ ടോർച്ച്. രാത്രി കള്ളന്മാർ എന്നാല് തറക്കുന്നാൽ കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള സാധനം. കള്ളന്മാരൊക്കെ വന്ന് ഒന്നാണ്ട് പൊട്ടിക്കാം. അതിനുള്ള ക്വാളിറ്റിന്റെ മുതലിട്ടോ. അത് മാത്രമല്ല, എമർജൻസിക്ക് എമർജൻസി, പവർ ബാങ്കിന് പവർ ബാങ്ക്, ടോർച്ചിന് ടോർച്ച്. ഞാൻ നല്ല എല്ലിന്റെ ഒഴിവാക്കണം. ഏത് മിന്നി അതുകൊണ്ട് ഇതിനകത്ത് ഒന്ന് കണ്ടോക്കി നിങ്ങൾ പ്രൊഡക്റ്റ്. നല്ല ക്വാളിറ്റി ഉള്ള ടോർച്ചാണ്. ലൈറ്റ് അടിച്ചാണെങ്കിൽ ആകാശത്ത് നക്ഷത്രം വരെ കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇത് വലുപ്പം കൊണ്ട് അതിനെ സ്പോട്ട് ആക്കിയിട്ട് കൊടുക്കാം, അതല്ല വൈഡ് ആക്കിയിട്ട് കൊടുക്കാം. നല്ല എന്താ പറയുക, അത്രയും ക്ലാരിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. അത് മാത്രമല്ല, എനിക്ക് എമർജൻസി പോലെ ഇവിടെ നിർത്തി വെക്കണമെന്നെങ്കിലോ ഈ ഒരു ലൈറ്റ് ഇട്ടോളി. ഇനി അതല്ല, എവിടെയെങ്കിലും വണ്ടി സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഒരു എമർജൻസി സ്റ്റോപ്പ് ആയിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മിന്നി ലൈറ്റ് കത്തിച്ചാൽ മതി. അത്രയും ക്വാളിറ്റി ഉണ്ട് ഈ സാധനത്തിന്. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു ക്വാളിറ്റി ഉള്ള ടോർച്ച്, ഏത് ഹലാക്കിന്റെ ടോർച്ച് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂം കാര്യങ്ങളൊക്കെ ലുക്കോ പറഞ്ഞോളെ. സിംഗിൾ പീസ് ആണെങ്കിൽ 100 ദിർഹംസ്, അതോളം ഫ്രീ ഡെലിവറി. അപ്പൊ ഈ താഴെ കാണുന്ന ജസ്റ്റ് നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയിച്ചു തരാം. കള്ളനെ പിടിച്ചാലല്ല എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ജസ്റ്റ് ആ പ്രൊഫൈൽ പിക്ചർ നമ്പർ ഉണ്ട്. ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്പർ വന്ന് പോകുന്നുണ്ട്. ഓൾ ഓവർ UAE ഫ്രീ ഡെലിവറി. സാധനം കയ്യിൽ കിട്ടിയിട്ട് ക്യാഷ് കൊടുത്താൽ മതി. നമ്മൾ പറഞ്ഞ ക്വാളിറ്റി ഇല്ലെങ്കിൽ റീഫണ്ട് തരും. അത്രേ ഉള്ളൂ. സാധനം എവിടെയുള്ള അവിടെ വന്ന് റിട്ടേൺ എടുത്തിട്ട് കായ് നിങ്ങളെ കജ്ജിൽ തിരിച്ചങ്ങോട്ട് തരും. ഏത് അത്രേ ഉള്ളൂ. അപ്പൊ എടുക്കല്ലേ, നല്ല ക്വാളിറ്റി ഉള്ള ടോർച്ച് നാട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ AK-47 ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാ